നോത്രദാം കത്തീഡ്രൽ വീണ്ടും മിഴി തുറന്നു. പഴയതിലും മനോഹരമായി തലയെടുപ്പോടെ. 2019 പാരീസിലെ പൗരാണികമായ ഈ കത്തീഡ്രൽ അഗ്നിക്കിരയായത്. പുനർനിർമ്മാണത്തിന് ശേഷം വീണ്ടും സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുകയാണ് നോത്രദാം കത്തീഡ്രൽ. 2019 ഏപ്രിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നീക്കിയ 14-ാം നൂറ്റാണ്ടിലെ കന്യകയുടെയും കുട്ടിയുടെയും പ്രതിമ കത്തീഡ്രലിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഫ്രഞ്ച് ഗോത്തിക് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് നോത്രഡാം. ബിഷപ്പ് മൗറീസ് ഈ സുള്ളിയുടെ കീഴിൽ 1163 കത്തീഡ്രലിന്റെ നിർമ്മാണം തുടങ്ങിയത്. 1260 നിർമ്മാണം പൂർത്തിയായി. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ കത്തീഡ്രൽ പലതവണ നവീകരിച്ചു. 1790 ഫ്രഞ്ച് വിപ്ലവകാലത്ത് കത്തീഡ്രലിലെ പൗരാണിക ചിത്രങ്ങളിൽ ഭൂരിഭാഗവും നശിപ്പിച്ചു. 19-ാം നൂറ്റാണ്ടിൽ നെപ്പോളിയന്റെ കിരീടധാരണം ഇവിടെ വച്ചായിരുന്നു. ഫ്രാൻസിലെ പല പ്രസിഡന്റുമാരുടെയും ശവസംസ്കാര ചടങ്ങുകളും കത്തീഡ്രൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1844 1864 ഇടയിൽ ഫ്രഞ്ച് വാസ്തുശില്പി യൂജിസ് വയോലറ്റ് ലേ ഡക്കാണ് പള്ളി ഇതിനു മുമ്പ് അവസാനമായി പുതുക്കി പണിതത്. 2019 ഏപ്രിലുണ്ടായ തീപിടുത്തത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് കത്തീഡ്രലിനുണ്ടായത്. തുടർന്ന് കത്തീഡ്രൽ 5 വർഷത്തേക്ക് അടച്ചിട്ടു. പാരീസ് ആർച്ച് ബിഷപ്പും ഫ്രഞ്ച് പ്രസിഡന്റും പങ്കെടുത്ത ഔപചാരിക ചടങ്ങുകളോടെ ഡിസംബർ 7 ശനിയാഴ്ച കത്തീഡ്രൽ വീണ്ടും തുറന്നു. ഡിസംബർ 8 മുതൽ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. ഞായറാഴ്ച രാവിലെ പുനർനിർമ്മാണത്തിന് ശേഷമുള്ള ആദ്യ കുർബാനയും നടത്തി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ചടങ്ങിൽ പങ്കെടുത്തു. കത്തീഡ്രലിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്, എന്നാൽ മുൻകൂട്ടി റിസർവ് ചെയ്യണം. ബുക്കിംഗ് സംബന്ധിച്ച വിവരങ്ങൾ കത്തീഡ്രൽ വെബ്സൈറ്റിൽ നൽകിയിട്ടുമുണ്ട്. അമേരിക്കൻ മരപ്പണിക്കാർ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള 2000-ലധികം കരകൗശല തൊഴിലാളികൾ പുനരുദ്ധാരണത്തിനെത്തിയിരുന്നു. ഇതിനായി കോടിക്കണക്കിന് യൂറോയാണ് ചെലവഴിച്ചത്. 250 കമ്പനികളും 100 കണക്കിന് വിദഗ്ധരും പുനരുദ്ധാരണത്തിനായി അണിനിരന്നു. പാരീസ് നഗരത്തിൻ്റെയും ഫ്രാൻസിൻ്റെയും പ്രതീകമാണ് ഈ കത്തീഡ്രൽ. 1805 ഇതിന് മൈനർ ബസിലിക്ക എന്ന ബഹുമതി ലഭിച്ചു. പടിഞ്ഞാറേക്ക് ദർശനമായി നിൽക്കുന്ന ഈ ദേവാലയത്തിന് 128 മീറ്റർ നീളവും 69 മീറ്റർ ഉയരവുമുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുന്ന 850 വർഷം പഴക്കമുള്ള കെട്ടിടമാണിത്. പാരീസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്മാരകമാണിത്. കത്തീഡ്രലിൽ ഓരോ വർഷവും 15 ദശലക്ഷം സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.